ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 4 സ്ലൈസ് ബ്രെഡ് ഞാൻ ഇതേപോലെ അടുക്കി വെച്ച് നീളത്തിലൊന്ന് ആദ്യം മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് തിരിച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പം എന്താ ഇതേപോലെ ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിൽ ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രെഡിൻ്റെ സൈഡിലത്തെ ആ കട്ടി ഭാഗമൊക്കെ സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് 3 മുട്ട എടുത്ത് ഓരോന്നും മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ള ഞാൻ ഈ ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ ഓരോന്നും സെപ്പറേറ്റ് ആക്കി തന്നെ വയ്ക്കുന്നുണ്ട്. 3 മുട്ടയുടെയും വെള്ള ബ്രെഡിലേക്ക് ചേർത്തതിന് ശേഷം 2 നുള്ളു ഉപ്പും ഇട്ട് ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബ്രെഡും മുട്ടയുടെ വെള്ളയും നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. വേണ്ട, ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ചട്ടിയിൽ എണ്ണ തൂത്ത് ചൂടായി കഴിയുമ്പോൾ ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ച് ചുട്ടെടുക്കണം. അപ്പോൾ ഈ സമയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചുടാനായിട്ട്. എനിക്ക് ഇതൊരു 3 തവിക്കുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ചെറിയൊരു സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ കുഴിയാക്കി ആ കുഴിയിൽ മുട്ടയുടെ മഞ്ഞ വെച്ച് കൊടുക്കുക. എനിക്കുണ്ടല്ലോ ഒരു മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് പൊട്ടിപ്പോയി. ഇതേപോലെ ഒഴിച്ചപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒലിച്ച് ചട്ടിയിലേക്കായി. ഇനി ഇത് മറിച്ചിടാൻ സമയത്തുണ്ടല്ലോ ഇത് ഒരുമിച്ച് ഇങ്ങനെ ഇളകി വരും. അപ്പം ഞാൻ അത് വെച്ചൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആ മഞ്ഞയുടെ പുറത്ത് ഓരോന്നുള്ള ഉപ്പും പൊടിയായിട്ടരിഞ്ഞ ക്യാപ്സിക്കവും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും പിന്നെ എരിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോന്നും പതുക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് 2 സ്പൂണ് വെച്ചാണ് ഞാൻ മറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.